ഞങ്ങൾ ലുലുവിൽ പോയിട്ട് നമ്മളിനി നേരെ എങ്ങോട്ടാ അതി പോകുന്നേ? വർക്കല. അതെ, നമ്മളിനി അടുത്ത കറക്കം വർക്കല ബീച്ചിലോട്ടാണ്. ഞങ്ങൾ എഴുതി നേരെ ഇനി കാപ്പിൽ ബീച്ചിലോട്ട്, വർക്കല കാപ്പിൽ ബീച്ചിലോട്ടൊക്കെ പോകാമെന്ന് എഴുതി ഇറങ്ങി. അപ്പോൾ ലുലു എന്ന് ഞങ്ങൾ തണ്ണിമത്തം മേടിച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്ന് കഴിക്കാമെന്ന് എഴുതി തണ്ണിമത്തം വാങ്ങി. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. കഴക്കൂട്ടം വഴിയാണ് പോകുന്നത്. 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ബീച്ച് എത്താറായി. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നേരെ കാണുന്ന ബീച്ചാണ്. പക്ഷേ ഞങ്ങൾ നേരെ കാപ്പിൽ ബീച്ചിലോട്ടാണ് പോകുന്നത്. കാപ്പിൽ ബീച്ചിലോട്ട് പോകുന്ന ഫ്രെയിം അടിപൊളിയാണ്. ഒരു സൈഡ് കായലും മറു സൈഡ് അപ്പുറത്തെ സൈഡ് കടലും. നല്ല രസം കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെ തെങ്ങും തോപ്പും പാടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ അമ്പലം അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പേര് എപ്പോൾ പോയാലും ഞാൻ ശ്രദ്ധിക്കും. നല്ല അടിപൊളി അമ്പലം, വൈബ് അമ്പലമാണ്. അത് ഇനി ഈ കാണുന്ന പാലത്തിൻ്റെ 2 സൈഡും കായലാണ്. നേരെ കാണുന്നത് കടലാണ്. ഇതിനു മുന്നേ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ കാപ്പിൽ ബീച്ചിൽ വരുന്ന ഷോർട്ട് കാണാത്തവർ വീഡിയോ കാണുക. നല്ല ചെറിയ ചാറ്റൽ മഴയും അതിനിടയിൽ കൂടെ നല്ല വൈബായിട്ടാണ് പോകുന്നത്. ഈ കല്ല് പാകിയ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. ഇതിനു മുന്നേ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ കയാക്കിംഗ് ഒന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ ആൾക്കാർ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ വരാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് കാപ്പിൽ ബീച്ച്. കാരണം തിരക്ക് പൊതുവേ കുറവാണ്. വർക്കല ബീച്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും തിരക്കുണ്ടാവില്ല. പിന്നെ നല്ല രസമാണ് വന്നിരിക്കുക. കാരണം ഒരു സൈഡ് കായലും മറു സൈഡ് കടലും, കടലിൻ്റെ സൗണ്ടും തൊട്ടപ്പുറത്ത് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് മഴയത്ത് ഐസ്ക്രീമും കുടിച്ച് നടക്കുന്ന ആദ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് കായലും കടലും ഒരുമിക്കുന്ന സ്ഥലമാണ്.